എറണാകുളം എളമക്കര അപകടത്തിൽ ട്വിസ്റ്റ്. സ്കൂൾ വിദ്യാർത്ഥിനെ ദീക്ഷിതയെ ഇടിച്ചത് ദൃശ്യങ്ങളിലുള്ള കാറല്ല. അപകടമുണ്ടാക്കിയത് വഴിയരികിൽ പാർക്ക് ചെയ്ത ഈക്കോ കാർ എന്ന് തെളിഞ്ഞു. വാഹനത്തിന്റെ ഡോർ തുറന്നപ്പോൾ സൈക്കിളിൽ തട്ടിയാണ് അപകടമുണ്ടായത്. വാഹനത്തിൽ ഉണ്ടായിരുന്ന സുഭാഷ് നഗർ സ്വദേശി രാജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ ഈ വാഹനത്തിൽ ഇരിക്കുന്നവർ അശ്രദ്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഉണ്ടാകുന്ന അപകടം അത് മറ്റുള്ളവരുടെ ജീവന് പോലും ഭീഷണിയായേക്കാം. ആദ്യഘട്ടത്തിൽ, അതായത് ഇന്നലെ നമ്മളത് ഈ വാർത്ത നൽകിയപ്പോൾ കരുതിയത് തൊട്ട് സമീപത്തൂടെ, ഈ ഈക്കോ കാറിന് തൊട്ട് സമീപത്തൂടെ കടന്നുപോയ ഒരു നീല നിറത്തിലുള്ള കാറാണ് ഈ പെൺകുട്ടിയെ തട്ടിയതെന്നായിരുന്നു ആദ്യം കരുതിയത്. എന്തുകൊണ്ടാണ് പിന്നെ അതിനുശേഷം, അതായത് ആളുകൾ ഓടിക്കൂടുന്നുണ്ട്, നാട്ടുകാരെ, പിന്നീട് ആ വാഹനം നിർത്തുന്നു, അതിനുശേഷം കടന്നു പോകുന്നു. ആ വാഹനം കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യത്തെ അന്വേഷണം. കാരണം എന്തുകൊണ്ടൊരു വാഹനം അപകടം ഉണ്ടായിട്ട് നിർത്താതെ പോയി എന്നത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. ആ വാഹനം കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടായി. അതിനിടെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് മറ്റൊരു കാറിൻ്റെ ഡോർ തുറന്നപ്പോൾ ഈ സൈക്കിളിൽ പോയ പെൺകുട്ടിയുടെ സൈക്കിളിൽ ദേഹത്തത് കൊള്ളുകയും പെൺകുട്ടി നിലത്ത് വീഴുകയുമായിരുന്നുവെന്ന് മനസ്സിലായത്. എങ്ങനെയാണ്? കാരണം എനിക്ക് തോന്നുന്നത് ഒരു CCTV അല്ല, നിരവധി CCTVകൾ പരിശോധിച്ചപ്പോഴാണ് ഇതിൻ്റെ വസ്തുത മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് അന്വേഷണം ഈ ഈക്കോ കാറിലേക്ക് എത്തിയത്? ഒക്ടോബർ 15-ാം തീയതിയായിരുന്നു ദീക്ഷിതയെ ഈ വാഹനം ഇടിച്ചത്. സൈക്കിളായിരുന്നു ദീക്ഷിത സ്കൂൾ വിട്ട് മറ്റൊരു വാഹനം അതിൽ കൂടി കടന്നു പോകുന്നതും കണ്ടിരുന്നു. പിന്നീട് പോലീസിന്റെ അന്വേഷണം ആ വാഹനം കേന്ദ്രീകരിച്ചായിരുന്നു. കാരണം അങ്ങനെ ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നായിരുന്നു പോലീസ് പരിശോധിച്ചത്. പക്ഷേ ആ വാഹനം ഓടിച്ച ആളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ അയാളല്ല അത് ചെയ്തതെന്ന് പോലീസിന് മനസ്സിലായി. പിന്നീട് നിരവധി CCTV കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് പോലീസിന്റെ അന്വേഷണം. ആ അന്വേഷണത്തിനാണ് ഈ സ്കൂളിന്റെ തന്നെ, അതായത് ദീക്ഷ പഠിക്കുന്ന സ്കൂളിന്റെ തന്നെ ഇക്കോ കാർ വാഹനം ഇടിച്ചാണ്, ഈ വാഹനത്തിൽ തട്ടിയാണ് ദീക്ഷിത വീണതെന്ന് മനസ്സിലായത്. അതിൽ പിന്നീട് ഈ ഇക്കോ കാർ കസ്റ്റഡിയിലെടുക്കുകയും അത് ഓടിച്ചിരുന്ന രാജി ആ സ്കൂളിലെ തന്നെ വാഹനത്തിന്റെ ഡ്രൈവറാണ്. രാജിയെ വിളിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് താൻ ഡോർ തുറക്കുന്നതിനിടയിലാണ് ഈ കുട്ടി സൈക്കിളിന്റെ ഹാൻഡിൽ തട്ടുകയും വീണ് പരിക്കേൽക്കുകയും ചെയ്തതെന്നാണ് മനസ്സിലായത്. എന്തായാലും ആ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാജി ആ രക്ഷാപ്രവർത്തനത്തിന്, അതായത് കുട്ടിക്ക് അപകടം നടന്ന സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് രാജി. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ഇത് മറച്ചു വെച്ചത്, അല്ലെങ്കിൽ മറ്റൊരു ആളുകളിലേക്ക് കൂടി പോലീസിന്റെ അന്വേഷണം കടക്കുന്ന രീതിയിലേക്ക് എന്തുകൊണ്ടാണ് രാജിയുടെ പ്രവൃത്തി നീണ്ടതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ വാഹനവും രാജിയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്. താൻ ഡോർ തുറക്കുന്നതിനിടയിലാണ് ഈ സൈക്കിളിലെ ഹാൻഡിൽ തട്ടി കുട്ടി റോഡിലേക്ക് വീണതെന്ന മൊഴി രാജി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ ഡോറാണ് ഈ കുട്ടിക്ക് അപകടം ഉണ്ടാക്കാൻ കാരണമെന്ന് രാജി പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ ചികിത്സയിലുമാണ്. നിരവധി വാഹനങ്ങളാണ് പോലീസ് ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് അവരെയൊക്കെ വിശദമായി ചോദ്യം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതുവഴി കടന്നുപോയിട്ടുള്ള, അതായത് ഈ വീടുന്ന സമയത്ത് കടന്നുപോയിട്ടുള്ള വാഹനങ്ങളെല്ലാം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഒടുവിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ്, അതായത് നവമി, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അപകടമുണ്ടായി ഉടൻ തന്നെ ഈ രാജി വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുന്നുണ്ട്. ഈ പെൺകുട്ടിയെ, അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനൊക്കെ
രാജിയും ഒപ്പം ഉണ്ടായിരുന്നോ? പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഈക്കോ കാറാണ് അപകടം വരുത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിയാതിരുന്നത്? അതല്ലെങ്കിൽ ഈ അന്വേഷണം ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയ ശേഷമാണോ ഈ രാജി മൊഴി നൽകാൻ ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്? അതെ ടോം, ആദ്യഘട്ടത്തിൽ പോലീസിന്റെ അന്വേഷണം ഈ കുട്ടിയെ ഇടിച്ചിട്ട സമയത്ത് അല്ലെങ്കിൽ കുട്ടി വീഴുന്ന CCTV ദൃശ്യത്തിൽ തന്നെ ഒരു കാറ് കടന്നു പോകുന്നത് കാണാമായിരുന്നു. ആ കാറ് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാളല്ല ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് രാജീവ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് സ്വാഭാവികമായും അത് പോലീസും സംശയിച്ചില്ല. പക്ഷെ പിന്നീട് ഈ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് രാജിയുടെ വാഹനമാണ് ഇടിച്ചതെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. പിന്നീട് എന്തുകൊണ്ടാണ് രാജി ഇത് തുറന്നു പറയാൻ ഭയപ്പെട്ടത്, അല്ലെങ്കിൽ എത്രയും നാൾ ഈ രഹസ്യം മൂടിവെച്ചത് എന്തുകൊണ്ടാണെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും രാജിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുടർ നടപടികളിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു നൽകുന്ന രീതിയിലേക്കായിരിക്കും പോലീസ് കേസെടുക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. രാജിയുടെ വാഹനം തട്ടിയാണ്, അല്ലെങ്കിൽ രാജി വാഹനത്തിന്റെ ഡോറിൽ തട്ടിയാണ് കുട്ടി വീണതെന്ന് CCTV ദൃശ്യങ്ങളിലും വ്യക്തമായിട്ടുണ്ട്. തീർച്ചയായും നവമി, ഇപ്പോൾ പോലീസ് രാജി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുമോ? കാരണം ഒരു സ്കൂൾ ബസ് ഓടിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറാണ് രാജി എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അതീവ ശ്രദ്ധ വേണ്ടവരാണ് ഈ സ്കൂൾ ബസ് അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന ഡ്രൈവർമാർക്ക്. അതീവ ശ്രദ്ധ വേണം, കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യേണ്ടവരാണ്. ഇവിടെ ഈ രീതിയിൽ ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ മറ്റ് നടപടി, നിയമ നടപടിക്കപ്പുറം ലൈസൻസ് റദ്ദ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ രാജിക്കെതിരെ ഉണ്ടാകുമോ? സ്വാഭാവികമായും ടോം, കാരണം സ്കൂൾ കുട്ടികളാണ്. ടോം പറഞ്ഞതുപോലെ തന്നെ സ്കൂൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത്. സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഡ്രൈവർമാർക്കാണ്. പ്രത്യേകിച്ച് ഈ നമ്മൾ ഇതിനു മുൻപുമൊക്കെ പല വാർത്തകളും കേൾക്കുന്നുണ്ട്. ഡോറ് തുറന്ന് കുട്ടി റോഡിലേക്ക് വീഴുന്നതും ഈ തലനാഴിലേക്ക് രക്ഷപ്പെടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്രയും അശ്രദ്ധമായി വാഹനം ഓടിച്ച്, അല്ലെങ്കിൽ ഈ ഡോറ് തുറക്കുമ്പോൾ അത്രയും അശ്രദ്ധമായി ചെയ്ത രാജിയുടെ ലൈസൻസ് അടക്കം സസ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടന്നിട്ടുണ്ട്. ഉടനെ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം, അല്ലെങ്കിൽ പോലീസിൽ നിന്നും വിവരം ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് സ്വീകരിക്കാൻ തന്നെയാണ് MVDയും തീരുമാനിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.